തനിക്കൊപ്പം അഭിനയിച്ച ആർട്ടിസ്റ്റുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് യുവനടൻ ഹക്കീം ഷാ. ചില സീനുകളിൽ അഭിനയിക്കുമ്പോൾ കൂടെയുള്ളവരുടെ പ്രകടനം കണ്ട് നോക്കിയിരുന്നിട്ടുണ്ടെന്നും അതൊരു നല്ല മൊമെൻ്റ് ആണെന്നും ഹക്കീം പറയുന്നു. മുൻപ് പല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും 2022 പുറത്തിറങ്ങിയ പ്രണയവിലാസം എന്ന സിനിമയിലെ വിനോദ് എന്ന കഥാപാത്രത്തിലൂടെയാണ് ഹക്കീം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. പ്രണയവിലാസത്തിലെ അനശ്വരയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നുവെന്നും അതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നുവെന്നും ഹക്കീം പറയുന്നു. ആ മൊമെൻറ്റിൽ നമ്മൾ മോണിറ്ററിൽ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് അടിപൊളിയാണെന്ന് തോന്നും. ഞാൻ മാത്രം ആയിരിക്കില്ല, ഡയറക്ടറുടെയും കണ്ണ് നനഞ്ഞിരിക്കുകയായിരിക്കും. എല്ലാ സിനിമയിലും ആ ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ. ഇമോഷൻസ് കൊണ്ടുപോയി അവസാനം ടക്ക് എന്ന് പൊട്ടിക്കുന്ന നിമിഷങ്ങൾ. അങ്ങനെയുള്ള സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിട്ടാണ് ഷൂട്ട് ചെയ്യുക. അങ്ങനെയാണല്ലോ പലരും തിരക്കുള്ള ആർട്ടിസ്റ്റുകളായി നിൽക്കുന്നത്. പേരെടുത്ത് പറയാനാണെങ്കിൽ പ്രണയവിലാസത്തിൽ അനശ്വരയുടെ കൂടെ സീക്വൻസ് എടുക്കുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സീനിൽ ഒരു 3-4 വേർഷൻസ് പുള്ളിക്കാരി കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്, ഹക്കീം പറയുന്നു. ടീച്ചർ എന്ന ചിത്രത്തിലെ അമല പോളിന്റെ പ്രകടനവും അത്തരത്തിൽ ആയിരുന്നുവെന്ന് ഹക്കീം കൂട്ടിച്ചേർത്തു. മിർച്ചി മലയാളത്തോട് സംസാരിക്കുകയായിരുന്നു താരം. അതുപോലെ അമല പോളിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ പുള്ളിക്കാരിയുടെ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത പാവം തോന്നി, എമ്പതി തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ അനുപമയുടെ കൂടെ അഭിനയിക്കുമ്പോൾ അതിലെ ക്ലൈമാക്സിൽ പുള്ളിക്കാരിയുടെ അവസ്ഥ നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ആ മൊമെൻറ്റ്സിനെ കുറിച്ച്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇനി ഇത് രണ്ടാമതൊരു ടേക്ക് പോവേണ്ടി വരില്ല എന്ന് ഹക്കീം ഷാ പറയുന്നു.